ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മളിങ്ങനെ ജാതകം പരിശോധിക്കുമ്പോൾ. അപ്പോൾ ബുധൻ വൃശ്ചികത്തിൽ നിന്നാൽ എങ്ങനെയാണെന്ന് നോക്കാം. വൃശ്ചികം രാശിചക്രത്തിലെ ഈ 8ാമത്തെ രാശിയാണ്. അത് നമ്മൾ ഓർക്കണം. രഹസ്യ സ്വഭാവമുള്ള ഒരു രാശിയാണ്. ചന്ദ്രന്റെ നീചരാശിയാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം. കുജനാണ് വൃശ്ചികത്തിന്റെ അധിപൻ. ഏത് ഗ്രഹം വൃശ്ചികത്തിൽ നിന്നാലും ഈ സ്വഭാവങ്ങൾ ആ ഗ്രഹത്തിനെയും ബാധിക്കും. അപ്പോൾ ബുധൻ ഈ വൃശ്ചികത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായിരിക്കും ആ വ്യക്തിയുടേത്. നല്ല ബുദ്ധി കാണും. അതുപോലെ ഏത് കാര്യത്തിനും അങ്ങ് ആഴത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ, അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി കാണും. ത്വര കാണും എന്ന് പറയും. മെൻറ്റാലിറ്റി കാണും. അതുപോലെ പകലിനേക്കാളും രാത്രിയോടായിരിക്കും ഇവർക്ക് ഇഷ്ടം കൂടുതൽ. അതായത് വെളിച്ചത്തിൽ ഇരിക്കുന്നതിനേക്കാളും കുറച്ച് ഇരുട്ടൊക്കെ ഉള്ളിടത്ത് ഇരിക്കുന്നതായിരിക്കും ഇവർക്ക് താല്പര്യം കൂടുതൽ. അതായത് വനത്തിൻ്റെ ഉൾവശത്തോട്ട് പോയിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇവർക്കാണെങ്കിൽ വായിക്കാൻ കൂടുതലും ഇഷ്ടം ഇങ്ങനെ ഹൊറർ സ്റ്റോറീസൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളത് ഹൊറർ സിനിമകൾ കാണാൻ ഇഷ്ടം. അതുപോലെ ക്രിമിനൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടം. ഇങ്ങനെ മർഡർ സീരീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ, അതൊക്കെ വായിക്കാൻ ഇഷ്ടം. അതുപോലെ നമ്മൾ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അവർക്ക് താല്പര്യം കൂടുതലായിരിക്കും. ഇവർക്കൊരു റിസർച്ച് മെൻറ്റാലിറ്റി കാണും. അതുപോലെ ഇവരുടെ പുറമേ കാണുന്ന ആ ഒരു ചിന്തയോ അങ്ങനത്തെ സ്വഭാവം ആയിരിക്കത്തില്ല ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. അതായത് നമ്മൾ കാണുന്ന കണക്കത്തെ ആളെ ആയിരിക്കത്തില്ല ചിലപ്പോൾ ഇവർ. അതുപോലെ ഇങ്ങനെ ഡിക്റ്റേറ്റീവുകളാകാനും ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഹാക്കൊക്കെ ചെയ്യുന്നവരില്ലേ, അങ്ങനെയൊക്കെയുള്ള ആവാനും, ജ്യോതിഷത്തിലുള്ള താല്പര്യം, റിസർച്ചിലുള്ള താല്പര്യം, സയൻറ്റിസ്റ്റുകളാവാനും, എന്തെങ്കിലുമൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന അവരാവാനെ ഒക്കെ ഇങ്ങനെയുള്ളവർക്ക്, അതായത് അവർ ആ ഓരോ വിഷയത്തിൻ്റെയും ആഴത്തിലോട്ട് പോകുന്നതുകൊണ്ട് അവർക്ക് അതിനൊക്കെ കഴിയും. ജീവിക്കുന്ന സാഹചര്യങ്ങൾ, പഠിക്കുന്ന സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരുമല്ലോ. അതിനനുസരിച്ച് ചിലർ കള്ളന്മാരാവാം, ചിലരിങ്ങനെ ഹാക്ക് ചെയ്യുന്നവരാകാം, ചിലർ സയൻറ്റിസ്റ്റുകളാകാം, ചിലർ മാനസികമായിട്ട് വളരെയധികം വിഭ്രാന്തി അങ്ങനെയൊക്കെയുള്ളവരാകാം. അങ്ങനെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഇതെല്ലാം വ്യത്യാസം വരും. ഉപഗ്രഹ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഇതിലെല്ലാം വ്യത്യാസം വരും, നല്ല ഫലങ്ങൾ കിട്ടുകയും. അതേസമയം ഭാവഗ്രഹ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഇതൊക്കെ കൂടിയിട്ട് വളരെ കോംപ്ലിക്കേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ലേ, അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സംസാരവുമായിട്ടും പിന്നെ ബ്രെയിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അസുഖങ്ങൾ, പിന്നെ സ്കിൻ ഡിസീസസ്, അതുപോലെ തൊണ്ട, നാക്ക്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ, പിന്നെ കേൾവിയുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ മാസമാണെങ്കിൽ ഇങ്ങനെ ഭൂമിക്കടിയിൽ കിടക്കുന്ന പല അമ്പലങ്ങളും അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ ചെയ്തില്ലേ, അതൊക്കെ ചിലപ്പോൾ ഈ വക്രഗതിയിലുള്ള ബുധൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണമാകാം. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ കഠിന വാക്കുകളൊക്കെ പറയുക, അങ്ങനെ സംശയം ദൃഷ്ടിയോടെ നോക്കുക, അതെല്ലാം ഈ ഒരു ബുധൻ്റെ ഈ വൃശ്ചികത്തിൽ വന്നപ്പോഴുള്ള നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അങ്ങനെയൊക്കെയുള്ള ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇവർക്കും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടെത്താനുള്ള ഒരു പ്രത്യേക കഴിവ് കാണും. അതുപോലെ ഇവർ നമ്മളോട് കാര്യം പറയുമ്പോഴും നമ്മൾ പറയുന്നതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അത് കണ്ടുപിടിക്കാൻ ഒരു മനസ്ഥിതി ഇവർക്ക് കാണും. മിക്കവർക്കും ഭയമേ കാണത്തില്ല. അതുപോലെയാണെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ആകർഷിക്കാനുള്ള ഒരു കാന്തം പോലെ ആകർഷിക്കാനൊക്കെയുള്ള ഒരു കഴിവ് കാണും. വൃശ്ചികത്തിലെ ബുധൻ വക്രഗതിയിലാവുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കൂടുതലും മനസ്സ് വീണ്ടും അങ്ങ് ഇരുട്ടടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആ മാനസികമായിട്ടൊക്കെ ഒരു എന്താണ് ശരി എന്താണ് തെറ്റ് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇപ്പോൾ റോഡിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വണ്ടികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. അത് ആ വക്രഗതിയിൽ ബുധൻ വന്നപ്പോഴായിരുന്നു കൂടുതൽ സംഭവിച്ചത്. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആ പാപന്റെ ദൃഷ്ടിയിലാവുമ്പോഴാണ് ഇങ്ങനെ കൂടുതൽ സംഭവിക്കുന്നത്. മനസ്സിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ വളരെയധികം പ്രയാസം വരുന്നത്. പലരും പറയുന്നത് ഓടി എന്തോ നിൽക്കുന്നത് കണ്ട് അങ്ങനെയൊക്കെ പറയാറില്ലേ, അതൊക്കെ ഈ മനസ്സിൻ്റെ തോന്നലുകൾ, ആ ഡാർക്ക് ഇങ്ങനെ തോന്നുന്നത് എല്ലാം ഈ വൃശ്ചികത്തിൽ ബുധൻ വക്രഗതിയിലായിരുന്നപ്പോഴാണെന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും.
ഇത് നമ്മൾ ജാതകവുമായിട്ട് എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് വെച്ചാൽ, ഇങ്ങനെയുള്ള വ്യക്തികൾ വളരെയധികം മനസ്സിന് ശാന്തത കൊടുക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യണം. മുദ്രായോഗങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് മ്യൂസിക് കേൾക്കുകയാണെങ്കിലും വലിയ റാപ്പ് മ്യൂസിക് ഒന്നും കേൾക്കാതെ വളരെ ശാന്തമായിട്ടുള്ള മ്യൂസിക് അങ്ങനെയൊക്കെയുള്ളതൊക്കെ കേട്ട് മനസ്സിനെ ശാന്തമാക്കുകയാണെങ്കിൽ ഇവർ വലിയൊരു ശാസ്ത്രജ്ഞരൊക്കെ ആക്കാൻ ഇവർക്ക് തന്നെ പറ്റും ഇവരെ. ഇപ്പോൾ വൃശ്ചികത്തിൽ ബുധൻ നിൽക്കുന്നത് അത് ആ വൃശ്ചികത്തിൽ വരുന്ന നമ്മുടെ ഭാവം ഏതാണെന്ന് നോക്കണം. ഇപ്പോൾ ലഗ്നത്തിലാണ് ബുധൻ ഇങ്ങനെ നിൽക്കുന്നത്, അതും വക്രഗതിയിലൊക്കെ ആണെങ്കിൽ എന്താണ് ഫലം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ബുദ്ധിശക്തിയൊക്കെ നമുക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വക്രഗതിയിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഭയങ്കര ഫ്രോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുക, സ്കാംസിലൊക്കെ ചെന്ന് പങ്കെടുക്കുക, അതുപോലെ അധോലോകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുക, കള്ളക്കടത്ത്, സ്മഗ്ലിങ് അങ്ങനെയൊക്കെ ഇല്ലയോ, അതിലൊക്കെ ചെന്ന് ചാടുക, ഇങ്ങനെയൊക്കെ അതിനുള്ള സാധ്യതകളുണ്ടെന്നാണ് പറയുന്നത്. ചെന്ന് ചാടുമെന്നല്ല പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിനെ അതിൽ നിന്നൊക്കെ വ്യതിചലിപ്പിച്ച് നല്ല കാര്യങ്ങളിലോട്ട് തിരിച്ചു വിട്ടാൽ നല്ലവരായിട്ട് തീരും. വൃശ്ചികം 2ാം ഭാവത്തിലായിട്ട് അവിടെ ബുധന് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തെയൊക്കെ സംരക്ഷിക്കുന്നവരായിട്ട് വരും. അതുപോലെ നമുക്ക് ധനം അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ വരികയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകണം. കൂടുതൽ പേരും കുടുംബപരമായിട്ടുള്ള ബിസിനസ്സൊക്കെ കാണത്തില്ലേ, അത് പിന്തുടർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ചിലർ കള്ളമൊക്കെ പറയുന്നവരായിട്ട് തീരും. അങ്ങനെ കാര്യങ്ങളെ ഇങ്ങനെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി പറയുന്നവരില്ലേ, അങ്ങനെയൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഫിസിക്സ് ടീച്ചറോ അല്ലെങ്കിൽ ഒരു IT ടീച്ചറോ അല്ലെങ്കിൽ ഒരു വലിയ ഗവേഷകനോ ഒക്കെ ആകാനുള്ള സാധ്യതയും ഈ ഒരു പൊസിഷൻ കൊണ്ട് പറ്റും. ഇങ്ങനെ ഓരോ ഭാവങ്ങളുടെ ആ കാരകത്വങ്ങൾ വെച്ച് ബുധനെ അതുമായിട്ട് കമ്പയർ ചെയ്ത് വെച്ച് വേണം നമ്മൾ പറയാൻ. ഇപ്പോൾ 3ാം ഭാവത്തിലാണെങ്കിൽ വലിയ കമ്മ്യൂണിക്കേഷനിലൊക്കെ വലിയ ഇതായിട്ട് വന്നിട്ട് അങ്ങനെ വലിയ പ്രസംഗത്തിലൊക്കെ തീപ്പൊരി പ്രസംഗം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ കള്ളം പറയുന്നവരും അങ്ങനെ ആ കള്ളം പെരുപ്പിച്ച് കാണിക്കാൻ കഴിവുള്ളവരും അങ്ങനെയുള്ളവർ സാധ്യതയുമുണ്ട്. അങ്ങനെ ഈ 2 തരത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ പാവഗ്രഹ ദൃഷ്ടിയാണോ ശുഭഗ്രഹ ദൃഷ്ടിയാണോ നോക്കിയിട്ട് അങ്ങ് തീരുമാനമെടുക്കും. ഇങ്ങനെ ഓരോ ഭാവങ്ങൾക്കും വ്യത്യാസമായിട്ട് വരും. അതെല്ലാം കൂടെ കേൾക്കാനും പ്രയാസമായതുകൊണ്ട് ആ ഭാവമായിട്ട് കമ്പയർ ചെയ്ത് വെച്ച് ആ ബുധൻ്റെ അപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ബുധൻ പാപനോടൊപ്പം ചേരുമ്പോൾ പാപത്വവും ശുഭനോടൊപ്പം ചേരുമ്പോൾ ശുഭത്വവും കൂട്ടുന്ന ഒരു ഗ്രഹമാണ്. അത് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഇല്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആ ഭാവവുമായിട്ട് കമ്പയർ ചെയ്ത് അങ്ങ് പറഞ്ഞാൽ മതി. എല്ലാം ഇപ്പം നമ്മൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. ഓം നമഃ ശിവായ.